തെരഞ്ഞെടുപ്പിൽ മതസാമുദായിക സംഘടനകൾ ഇടപെടരുത് എന്നാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നിലപാട് സ്വീകരിക്കാറുള്ളത്. എങ്കിൽ പോലും മതസാമുദായിക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും വഴങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെക്കാലമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ ആവശ്യമായിരുന്നു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം, അതിന്റെ ഉള്ളടക്കം പുറത്തുവിടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത് ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെയാണ് ക്രൈസ്തവ സഭകളുടെ ഏറെക്കാലമായുള്ള ആവശ്യമായ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 2 വർഷത്തിലധികം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് ഇപ്പോൾ അംഗീകരിച്ച സർക്കാർ നിലപാട് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് KCBCയും ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നീക്കത്തെ സംശയത്തോടെയാണ് സിറോ മലബാർ സഭ കാണുന്നത്. എന്തായാലും കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള തീരുമാനം അതെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യത എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ തീരുമാനം നേരത്തെ തന്നെ സർക്കാർ അറിയിക്കുന്നു, അതിനുശേഷം ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു. ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളുടെ നിലപാട് പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഈ തീരുമാനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകുമോ? അത് വോട്ടായി മാറുവാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രതിപക്ഷത്തിന്റെ ആരോപണം, ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചു എന്ന ആരോപണം, അത് എത്രത്തോളം ഗൗരവതരമാണ്? പ്രതിപക്ഷം മാത്രമല്ല അഭിലാഷ്, ഒരു പരിധിവരെ ചില സഭകൾ KCBC ഉൾപ്പെടെ സിറോ മലബാർ സഭ ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ ഇത് കൊണ്ടുവരുന്നതിനെ ഒരു സംശയത്തോടു കൂടി കാണുന്ന സ്ഥിതിവിശേഷമാണ് അവരുടെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും സർക്കാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെടുത്ത് കാണേണ്ടത് ഇത് കേവലം സംസ്ഥാനത്തൊട്ടാകെ ഗുണമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൂടുതലായുള്ള കേന്ദ്രങ്ങളിൽ തങ്ങളോടുള്ള എതിർപ്പ് കുറയ്ക്കുകയും ഈ സർക്കാർ കൊള്ളാം എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് കേവലം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല ഉള്ളത്. ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ കത്തോലിക്ക സഭ ഏറ്റവും വലിയ സമരത്തിൽ ഉണ്ടായിരുന്നത് അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഭിന്നശേഷിക്കാരായ ആളുകളെ നിയമിക്കുന്നതിന്റെ ആനുപാതികമായുള്ള നിയമനങ്ങൾ, അതിന്റെ അംഗീകാരം, നിയമിച്ചതാണ് അതിന്റെ അംഗീകാരം. ഏതാണ്ട് 20,000-ൽ പരം അധ്യാപകരാണ് ഇങ്ങനെ നിയമനത്തിന്റെ സാധൂകരണം കാത്ത് കെട്ടിക്കഴിഞ്ഞിരുന്നത്. അവരുടെ എല്ലാം ശമ്പളമാകെ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രശ്നത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് ഏതാണ്ടൊരു പരിഹാരം ഉണ്ടാകുന്നത്. അതിനെ ഏതാണ്ട് സഭകൾ സ്വാഗതം ചെയ്തു. മന്ത്രി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ഉൾപ്പെടെ നന്ദി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് തൊട്ടടുത്ത ആവശ്യം, ക്രൈസ്തവ സഭകൾ ഏറ്റവും തീവ്രമായി ഉന്നയിച്ച രണ്ടാമത്തെ ഒരു ആവശ്യത്തിന് കൂടി പരിഹാരം ഉണ്ടാകുന്നത്. ഇതിപ്പോ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരുപക്ഷെ UDF ഉണ്ടായിരുന്ന സമയത്തെക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാനായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവർ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുത്തു കാണേണ്ടത്, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സഭകൾ പല വിഷയത്തിലും സർക്കാരിനെ നേരിട്ട് ആക്രമിക്കുന്ന വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ സഭകൾ ആവശ്യപ്പെട്ടതെല്ലാം നടപ്പാക്കിയതോടെ ഇനി അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത ഒരു പരിധിവരെ നേരിട്ടുള്ള വലിയ വിമർശനങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വോട്ട് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ തീരുമാനത്തിന് പിന്നിൽ വോട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ വോട്ട് ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എടുത്ത തീരുമാനം പൊള്ളയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നതിന് ഒരു ലക്ഷ്യം ആ വോട്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് പരമാവധി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചരണങ്ങൾ തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക. അതിലൂടെ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന വലിയ എതിർപ്പിന് ഒരു അയവുണ്ടാകുന്നു എന്നുള്ളത് ഈ പാർട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മധ്യകേരളത്തിലുള്ള കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇതിലെടുത്ത് കാണേണ്ടത്, നാളെ വിവിധ ബിഷപ്പുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നുണ്ട്. അതായത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് പലതും നടപ്പാക്കിയതാണെന്ന് സർക്കാർ പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കിയത്, അത് പൂർണ്ണമായും പുറത്തുവിടണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പുറത്ത് എപ്പോൾ വിടും, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ നാളത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടാകും. എന്തായാലും അതിനിർണായകമാണ് ഈ കൂടിക്കാഴ്ചകളും അതിനുശേഷം പുറത്തു വരുന്ന ബിഷപ്പുമാരുടെ പ്രതികരണവുമൊക്കെ. എന്തായാലും സർക്കാരിനെ പറ്റി
ബിഷപ്പുമാരെ കൊണ്ട് നല്ലത് പറയിക്കുക എന്ന ഒരു നീക്കം തന്നെ ഫലത്തിൽ ഇതിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിഷപ്പുമാരുടെ വലിയ എതിർപ്പുകൾ, അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ, വിവിധ ക്രൈസ്തവ സംഘടനകൾ, ഇവരുടെയൊക്കെ വലിയ എതിർപ്പ് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഫലത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്. യെസ്, അതായത് JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറെക്കാലമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും ഇവിടെ ശ്രീജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടി ഈ JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നപ്പോൾ എന്തായിരുന്നു വിവിധ ക്രൈസ്തവ സഭകളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാടുകൾ എന്നതിൻ്റെ ഡേറ്റ ഒരിക്കൽ കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോയാൽ അതിനെ KCBC ഉൾപ്പെടെ സ്വാഗതം ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ സീറോ മലബാർ സഭ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഓർത്തഡോക്സ് സഭയും ഈ വിഷയത്തെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അതേ സമയം തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു നീക്കം കേവലം പൊള്ളത്തരം മാത്രമാണ്, സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെ പൂഴ്ത്തിവെച്ച ശേഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത, അതായത് പ്രതിപക്ഷം പലപ്പോഴും പറയുന്നത് ഇതിനിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയാണ്, ഇനിയിപ്പോൾ അധികാരത്തിലേറുക എന്നതിനുള്ള സാധ്യത കുറവാണ് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്തിമഘട്ടത്തിൽ സർക്കാർ ചെയ്തു വയ്ക്കുന്ന പ്രവൃത്തികളുടെ എല്ലാം തുടർച്ച ഏറ്റെടുക്കേണ്ടതായി വരുന്നത് അടുത്ത സർക്കാരിനായിരിക്കും എന്ന നിലയിൽ ഉള്ള പരാമർശങ്ങളും ആണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.